നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് എന്താണ്, അതായത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സത്യസന്ധമായ വികാരങ്ങൾ എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് വായനയിലേക്ക് കടക്കാം. എല്ലാവരും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ച് നിങ്ങളുടെ വ്യക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന കേൾക്കുവാൻ റെഡിയായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വായനയിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് നന്ദി പറയുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തുകൊണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നന്ദി പറയുന്നത്? അത് ഒരു സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നേരിട്ട് നന്ദി പറയുന്നതായിരിക്കില്ല. ഈ വ്യക്തി മനസ്സുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നേരിട്ട് നന്ദി പറഞ്ഞിട്ടുണ്ടാകണം. അതുമല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് ധാരാളം ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂലം, നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയായിട്ടാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കാരണം പലതരത്തിലുള്ള പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു മോശപ്പെട്ട ജീവിത രീതിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. കാരണം ഈ വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള എനർജികൾ എന്ന് പറയുന്നത് മുഴുവനുമായി പറയുകയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഊർജം തന്നെയായിരുന്നു. ഈ വ്യക്തിയുടെ വീട്ടുകാരായിക്കോട്ടെ, അല്ലെങ്കിൽ വഴികാട്ടികളായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ഈ വ്യക്തി പഠിച്ചു വന്ന വിദ്യാലയത്തിലെ കാര്യങ്ങളായിക്കോട്ടെ, ഈ വ്യക്തി ഒരു കഴിവില്ലാത്ത ഒരു മനുഷ്യനെ പോലെയായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ കഴിയാൻ പറ്റാത്ത അവസ്ഥ, ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അത് സക്സസ് ആകാത്ത അവസ്ഥ. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ യഥാർത്ഥ സോൾ പവർ പുറത്തേക്കെടുക്കാൻ സാധിക്കാതെയും ഞാനൊരു വട്ടപൂജ്യമാണ്, കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ കഴിവില്ലാത്തവളാണ് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് നടന്നു നീങ്ങിയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത് നമുക്ക് റിവേഴ്സ് എനർജിയാണ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ വ്യക്തി എങ്ങനെയായിരുന്നു ഈ പേഴ്സന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ നിന്നും വളരെയധികം 100% വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ വ്യക്തിയുടെ കണ്ണ് തുറപ്പിച്ചത്. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ചക്രങ്ങളുടെ ആക്ടിവേഷനും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഒക്കെയും ഈ വ്യക്തിക്ക് സ്വയം മനസ്സിലാകുന്നുണ്ട്. അത് പലപ്പോഴും ഈ വ്യക്തിയുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നിങ്ങളോടോ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാകണം. ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ വ്യക്തി അങ്ങനെയുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലും ഈ വ്യക്തിയുടെ പലതരത്തിലുള്ള ശത്രുക്കൾ അടിതെറ്റി പരാജയപ്പെട്ട് ഈ വ്യക്തിയുടെ കൺമുന്നിൽ വീണതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി, നിങ്ങളുടെ കടന്നുവരവോടു കൂടി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല മോശപ്പെട്ട അധ്യായങ്ങളും അവസാനിച്ചു എന്നുള്ളതാണ് നമുക്ക് ഡെത്ത് കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ചാബല്യങ്ങൾ, പലതരത്തിലുള്ള ശാപങ്ങൾ, മോശപ്പെട്ട കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഇതിലൂടെയൊക്കെ അനുഭവിച്ച് പോയിക്കൊണ്ടിരുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അധ്യായം ഇവിടെ അവസാനിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ വ്യക്തി കാണുന്നത്, ഈ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സിൽ, സത്യസന്ധമായ ചിന്തകളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരു ദേവനോ
ദേവതയോ ആയിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. നിങ്ങൾ പുരുഷനാണെങ്കിൽ ഒരു ദൈവമായിട്ട് അല്ലെങ്കിൽ ഒരു ദേവനായിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. സ്ത്രീ ആണെങ്കിൽ ഒരു ദേവിയെ പോലെയാണ് ഈ പേഴ്സൺ കാണുന്നത്. കാരണം നിങ്ങൾ വന്നതോട് കൂടിയാണ് ഈ വ്യക്തിയുടെ സന്തോഷമെല്ലാം ഈ വ്യക്തിക്ക് തിരിച്ചു പിടിക്കാനും ജീവിതം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചത്. പക്ഷേ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളിൽ നിന്നും കുറച്ചകലം പാലിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കാനോ നിങ്ങളെ വേണ്ട എന്ന് വെക്കാനോ വേണ്ടിയിട്ടല്ല. കാരണം നമുക്കിവിടെ പെന്റക്കിൾസിന്റെ ഊർജം അമിതമായി ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ സമ്മാനങ്ങളും പലതരത്തിലുള്ള അത്ഭുതപരമായിട്ടുള്ള സർപ്രൈസുകൾ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകലം പാലിച്ച് നിൽക്കുന്നുണ്ടാകാം. പക്ഷേ ഈ വ്യക്തി വളരെയധികം ധനികവാനായി വരാനാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നതും. അത് നിങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്നു പറയുന്നില്ലായിരിക്കാം. ഒരു കാര്യത്തിനും പരിപൂർണമായിട്ടുള്ള വിശദീകരണം ഈ വ്യക്തി തരുന്നില്ലായിരിക്കാം. പക്ഷേ ഏതൊരു സാഹചര്യം, ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത് ദൈവത്തിന് തുല്യമായാണ് ഈ വ്യക്തി ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ ചിന്തകളും ഈ വ്യക്തിയുടെ പ്രവൃത്തികളും തമ്മിൽ ചിലപ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത് ഈ വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പക്ഷേ എങ്കിൽ പോലും നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിന്റെ പാനപാത്രമായാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നടുക്കഷ്ണമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് പോലും 4 ഓഫ് വാണ്ട്സ് ആണ്. വിവാഹത്തെയും വിജയത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കൂടെ കൂട്ടണം, നിങ്ങളുമായി നല്ലൊരു ജീവിതം തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വെയിറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെ വേണ്ട എന്ന് വെക്കണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് ഒരിക്കലും വരികയില്ല എന്നുള്ളതാണ് കാർഡ്സിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തി പല നേട്ടങ്ങളും നേടിക്കൊണ്ടിരിക്കുന്നു, പല നേട്ടങ്ങളും കൊയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു നേട്ടമാണ് നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത്. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.